ബാംഗ്ലൂരിൽ ഹിന കോളേജിലെ, ഇപ്പോൾ ഹിന കോളേജിൻ്റെ ഫസ്റ്റ് ബാച്ചാണ്. തലേ വർഷം SP കോളേജാണ് ഞാൻ ഫസ്റ്റ് മുഴുവൻ സീറ്റും ഫില്ല് ചെയ്തത്. അപ്പോൾ അവിടുത്തെ മാഡം ഇപ്പോൾ ആ കുട്ടികളോട് പറഞ്ഞു, യൂണിവേഴ്സിറ്റിയിലാണ്ട് 3000 രൂപയോ മറ്റേ എലിജിബിലിറ്റി ഫീസ് അടയ്ക്കണം. അപ്പം അത് നിങ്ങൾ അടയ്ക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇത്രയും നാൾ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് തന്നു, ഫുഡ് തന്നു, അക്കോമഡേഷൻ തന്നു, യൂണിഫോം, ടെക്സ്റ്റ് ബുക്ക് എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റി ഫീസ് കൂടെ ഞങ്ങൾ എങ്ങനെയാണ് അടയ്ക്കുന്നത്? തൽക്കാലം നിങ്ങളത് അടയ്ക്കുക, പിന്നെ ലോൺ കിട്ടുമ്പോൾ അതങ്ങ് റീഫണ്ട് തരാം. അപ്പം അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അവിടുന്ന് കുട്ടികൾ ഞങ്ങളത് അടയ്ക്കത്തില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, അടയ്ക്കത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനത് പറഞ്ഞ് റെഡിയാക്കാം, നിങ്ങൾ അടയ്ക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് പോലും ആ കുട്ടികൾ അപ്പം അവർ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കുറച്ച് രക്ഷകർത്താക്കൾ ഒരു ദിവസം പെട്ടെന്ന് കോളേജിൽ വന്നു. അപ്പോൾ അവർ വലിയ കലഹമുണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾ ഇനി ഇവിടെ പഠിക്കുന്നില്ല, അപ്പം ഞങ്ങൾ എല്ലാവരും മടങ്ങിപ്പോവുകയാണ്. ഇപ്പം ചെയർമാൻ വളരെ നല്ല മനുഷ്യനാണ്. അപ്പം അദ്ദേഹം അവരോട് ഇപ്പം രാത്രി വൈകുന്നത് വരെ സംസാരിച്ചു ഏറെക്കുറെ അവരൊക്കെ കൺവിൻസ് ആകുന്നത് പോലെ. ഇപ്പോൾ സാറ് പറഞ്ഞു, പൈസ എങ്ങനെയാണ് തരേണ്ട, കുഴപ്പമില്ല, നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലായി. അപ്പം അങ്ങനെ ആരും മടങ്ങിപ്പോകാതെ ഇപ്പം അവിടെ കണ്ടിന്യൂ ചെയ്യത്തക്ക രീതിയിൽ തീരുമാനമെടുത്തു. അപ്പം അത്തരം ഒരു തീരുമാനം എടുത്തപ്പോൾ അതിൽ നിന്ന് 2-3 പേര് എഴുന്നേറ്റിട്ട് അപ്പം അവർ പ്ലാൻ ചെയ്തിട്ട് വന്നവരാ. അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ എന്താണേലും പോകുക, അപ്പം ആരൊക്കെയാണോ പോരാൻ താല്പര്യം ഞങ്ങളുടെ കൂടെ പോരും, അപ്പം ആരൊക്കെയാണ് ഇവിടെ നിൽക്കാൻ താല്പര്യം ഇവിടെ നിന്നു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴും 30 പേരോളം, 60 കുട്ടികളിൽ 30 പേരോളം അപ്പം ആ രാത്രിയിൽ ഇപ്പം ചെയർമാൻ സാറ് റോഡിൽ ഇറങ്ങി നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കൈ കൂപ്പിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിങ്ങനെ പോകണ്ട, പൈസ അടയ്ക്കണ്ട, നിങ്ങൾ ലോൺ കിട്ടിയിട്ട് പൈസ തന്നാൽ മതി, അപ്പം അതിൽ കൂടുതൽ എന്താ പറയുന്നത്. എന്നിട്ട് അവർ ഇപ്പം ആ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇപ്പം അത്രയും നാൾ പഠിച്ച ഫീസില്ല, ഭക്ഷണത്തിന് പൈസയില്ല, യൂണിഫോമിനും ടെക്സ്റ്റ് ബുക്കിനും 1 രൂപ പോലും കൊടുക്കാതെ ഇപ്പം അവരൊരു രാത്രിയിൽ, ഇപ്പം ആ സെയിം രാത്രിയിൽ ഇപ്പം അവരൊരു 30 പേരോളം കോളേജിൽ നിന്ന് പോയി. ഈ 2 കോളേജ് ഇത്ര കുട്ടികൾ പോയപ്പോഴേക്കും അപ്പം അതിങ്ങനെ കാട്ടുതീ പോലെ മറ്റു കോളേജിലേക്ക് പടർന്നു. അപ്പം ആ സമയത്ത് സംഭവിച്ചത് വേറെ പല കോളേജുകളിലും ആ സമയത്ത് 10-27 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഒന്ന് പഠിക്കാൻ വന്നിരുന്നു. ഞാൻ വിചാരിച്ചു, ഇവരൊക്കെ രക്ഷപ്പെടുമല്ലേ, പാവങ്ങളല്ലേ, അപ്പം അവർ രക്ഷപ്പെടട്ട്. പക്ഷെ ആ സമയമായപ്പോഴത്തേക്കും പെൺകുട്ടികൾ കുറേ പേർക്ക് വിവാഹാലോചന, കുറച്ച് പേർക്ക് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ പോകാനുള്ള അവസരങ്ങൾ, ഇങ്ങനെയൊക്കെ കുറേ പേർക്കൊക്കെ കുറേ അവസരങ്ങളൊക്കെ വന്നു. അപ്പം അവർക്കാർക്കും എനിക്ക് ഗൾഫിൽ പോകാൻ അവസരം വന്നു, ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുവാണ്, എനിക്ക് കല്യാണം വന്നു, ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുവാണ്, ഇതൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു കാര്യം മറയാക്കിക്കൊണ്ട് ഒരു 10-500 കുട്ടികളോട് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പം ഈ ഡിസ്കണ്ടിന്യൂ ചെയ്തവരുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് അവരുടെ സർട്ടിഫിക്കറ്റും എല്ലാം അവർക്ക് നിരുപാധികം മടക്കി കൊടുക്കണം. ഇപ്പം കോളേജ് പറയുന്നു, അപ്പം അതെങ്ങനെ പറ്റും, 1 പൈസ തരാതെയാണ് ഇവർ ഒന്ന് ജോയിൻ ചെയ്തത്, ഇത്രയും നാൾ ഇവിടെ പഠിച്ചു, അപ്പം അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുത്തു, യൂണിഫോം, ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തു, പഠിപ്പിച്ചതിന് 1 ഫീസും തരണ്ട, പക്ഷെ ഭക്ഷണം കഴിച്ചതിനും താമസിച്ചതിനും യൂണിഫോം കൊടുത്തതിനും അപ്പം അങ്ങനെയുള്ള എമൗണ്ടെങ്കിലും തരണ്ടേ, ഒരു 10-25,000 രൂപയെങ്കിലും അടയ്ക്കാൻ പറ. തികച്ചും ന്യായമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവരെന്ത് ചെയ്തു, ഇല്ല, ഞങ്ങൾ 1 രൂപ പോലും കൊടുക്കത്തില്ല, ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടണം.